ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് സിപിഎം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം. വെള്ളാപ്പള്ളിയും കുടുംബവും RSS വൽക്കരിക്കപ്പെടുന്നു. SNDPയിലെ ഒരു വിഭാഗം BJPക്ക് വേണ്ടി ഇടപെട്ടു. നാരായണ ഗുരുവിന്റെ ദർശനത്തെ ഉയർത്തിപ്പിടിച്ച് രൂപം കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനം. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി PDJSന്റെ രൂപീകരണത്തോടുകൂടി BJP ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിന്റെ അജണ്ട അവർ പതിറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തു വരികയാണ്. ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്നും MV ഗോവിന്ദൻ. ജനങ്ങൾക്ക് കൃത്യതയോടുകൂടി നൽകേണ്ടുന്ന നിരവധി കാര്യങ്ങൾ, പെൻഷൻ ഉൾപ്പെടെ, അധ്യാപകർക്കും ജീവനക്കാർക്കും നൽകേണ്ടുന്ന DA ഉൾപ്പെടെ, അങ്ങനെ നൽകേണ്ടിയിരുന്ന നിരവധി അവരുടെ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യതയാർന്ന രീതിയിൽ നൽകാനായില്ല എന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നം. മുഖ്യമന്ത്രി എന്തിന് ശൈലി മാറ്റണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രത്യേക മിഷനുമായി KPCC. ക്ലസ്റ്ററുകൾ തിരിച്ചു പ്രവർത്തിക്കും. ചുമതല മുതിർന്ന നേതാക്കൾക്ക്. വിജയത്തിൽ മതിമറക്കരുതെന്നും നേതാക്കളോട് നേതൃത്വം. OR കേളു പിണറായി മന്ത്രിസഭയിലേക്ക്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രി. സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടന്നേക്കും. പ്രവർത്തിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണമെന്ന ഒരു താല്പര്യമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. ആദിവാസികളെ സംബന്ധിച്ച് ഇപ്പോൾ വനത്തിൻ്റെ ഉള്ളിലും വനേതരങ്ങളിലും ഒക്കെയാണ് അവർ താമസിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ വന്യമൃഗശല്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ അനുഭവിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണണമെന്ന് വിചാരിക്കുന്നു. ദേവസ്വം വകുപ്പ് VN വാസവന്. MP രാജേഷിന് പാർലമെന്ററി കാര്യവകുപ്പ്. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ സാധാരണക്കാരനും അനാഥാലയങ്ങൾക്കും ചാരിറ്റി ഹോംസിനും പണം അങ്ങോട്ട് കൊടുക്കുന്നവരാണ്. എങ്ങനെയാണ് സാർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയങ്ങളിൽ നിന്നും മാസാമാസം വീണ വിജയനെതിരെ പുതിയ ആരോപണവുമായി മാത്യു കുഴൽനാടൻ. അനാഥാലയങ്ങളിൽ നിന്ന് വീണ മാസപ്പടി കൈപ്പറ്റിയെന്ന ആരോപണം. സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി കിട്ടാനാണ് വിഷയം ഉന്നയിക്കുന്നതെന്ന് സ്പീക്കർ. മാത്യുവിന്റെ മൈക്ക് ഓഫ് ചെയ്തു. ഒരു കാര്യവും സഭാരേഖയിൽ ഉണ്ടാവില്ല. ഇതുപോലെ ചട്ടവും ക്രമവും. നീറ്റ് ക്രമക്കേടിൽ ബീഹാറിൽ 4 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. പരീക്ഷയുടെ തലേദിവസം ചോദ്യപേപ്പർ കിട്ടിയിരുന്നതായി മൊഴി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചെയ്ത് ABVP. കൗൺസിലിംഗ് സ്റ്റേ ചെയ്യണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. BJPയും RSSും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നുവെന്ന് രാഹുൽ ഗാന്ധി. മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷം. 15,000-ഓളം കുട്ടികൾക്ക് സീറ്റില്ല. ഫുൾ A+ കിട്ടിയവർക്ക് പോലും സീറ്റ് കിട്ടാത്തതിൽ പ്രക്ഷോഭവുമായി KSU MSF. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു. ഓഫീസ് പൂട്ടിയിടാൻ സമരക്കാരുടെ ശ്രമം. തമിഴ്നാട് മദ്യ ദുരന്തത്തിൽ 38 മരണം. 10 ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ചു. അന്വേഷണ കമ്മീഷനെ സർക്കാർ നിയമിച്ചു. 10 പേർ പോലീസ് കസ്റ്റഡിയിൽ. മുൻകരുതൽ നടപടികളുമായി കേരളവും. വ്യാജമദ്യ കേസ് പ്രതികളെ നിരീക്ഷിക്കാൻ ഉത്തരവ്. മലപ്പുറത്ത് KSRTC ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു. രക്ഷാപ്രവർത്തനത്തിന് മറൈൻ എൻഫോഴ്സ്മെന്റ് സഹായം ലഭിച്ചില്ലെന്ന് തൊഴിലാളികൾ. സർക്കാരിനെതിരെ ലത്തീൻ സഭ.
എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ കൂടുതൽ പേർക്ക് ഛർദിയും വയറിളക്കവും. കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നില്ലെന്ന് DMO. ഷൊർണൂരിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യ വിഷബാധ. ചികിത്സ തേടിയത് വധുവും വരനുമടക്കം 150ഓളം പേർ. വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി CPM. വെള്ളാപ്പള്ളിയും കുടുംബവും RSS വൽക്കരിക്കപ്പെടുകയാണ്. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ഇതിന് തെളിവാണ്. സംഘപരിവാറിന് കീഴ്പ്പെടുന്ന മനസ്സ് രൂപപ്പെട്ടു വരുന്നു. SNDPയിലെ ഒരു വിഭാഗം BJPക്ക് വേണ്ടി ഇടപെട്ടു. BDJS രൂപീകരണത്തിന് ശേഷം BJP ആസൂത്രിതമായി പ്ലാൻ ചെയ്ത കടന്നുകയറ്റ അജണ്ടയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും CPM ആരോപിക്കുന്നു. നാരായണ ഗുരുവിന്റെ ദാർശനിക നിലപാടിന് വിരുദ്ധമാണ് SNDPയുടെ ഇപ്പോഴത്തെ പല നിലപാടുകളുമെന്നും CPM ആരോപിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ രൂപീകരണത്തോടുകൂടി BJP ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ അജണ്ട അവർ പതിറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തു വരികയും SNDP വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം BJPക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത. SNDPയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നേതൃത്വ വിഭാഗം ഉൾപ്പെടെ ഇപ്രാവശ്യം കൈകാര്യം ചെയ്തു എന്നുള്ളത് അവർ തന്നെ വിമർശനപരമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നല്ല രീതിയിൽ നിരവധി മേഖലയിൽ BJPക്ക് അനുകൂലമായി, RSSന് അനുകൂലമായി, സംഘപരിവാറിന് അനുകൂലമായി അത്തരം വോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ജാതി രാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ താത്വികമായിട്ടെല്ലാം പറയുമെങ്കിലും സ്വത്വ രാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങളിൽ കേരളത്തിൽ ഇവിടെ ഈ ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരേണ്ടുന്ന ഒരു വിഭാഗം വോട്ട് നഷ്ടമായിട്ടുണ്ട് എന്ന കാര്യവും ഞങ്ങൾ കൃത്യമായിട്ട് കാണുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ പാർട്ടിക്കും സർക്കാരിനുമുണ്ടായ വീഴ്ചകൾ തുറന്നു പറഞ്ഞ് CPM നേതൃത്വം. ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ തങ്ങൾക്ക് സാധിച്ചില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ജയിക്കാൻ സാധിക്കുമെന്ന ധാരണയുണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയായെന്നും CPM സെക്രട്ടറി തുറന്നു പറഞ്ഞു. അല്ല, ഞങ്ങളതിനെ സംബന്ധിച്ച് എല്ലാ ഘട്ടത്തിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ തയ്യാറാണല്ലോ. ആരുടെയെങ്കിലും സ്റ്റേറ്റ്മെൻറ്റോ ആരുടെയെങ്കിലും പെരുമാറ്റമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിലപാടുകളോ വ്യക്തിപരമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. അത് പാർട്ടി എന്ന രീതിയിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുമ്പോട്ടേക്ക് പോകും. സർവ്വതല സ്പർശിയായ മേഖലയിൽ ആവശ്യമുള്ള തിരുത്തൽ പാർട്ടി നടത്തും. തെറ്റായ ഒരു പ്രവണതക്കും പാർട്ടി കൂട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിക്കില്ല. അത് നേതാക്കളുടെ കാര്യത്തിലായാലും സാധാരണ സഖാക്കളുടെ കാര്യത്തിലായാലും എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒന്നാണ്. കേരളത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഈ ഞങ്ങളുടെ എല്ലാ നാട്ടിൽ ഇവിടെ ഈഴവ. അവരാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും നട്ടെല്ലായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയ ധ്രുവീകരണത്തിലേക്കുള്ള നീക്കമാണ് ആരംഭിച്ചത്. അത് ശക്തിയായിട്ട് അതിനെതിർത്തുകൊണ്ട് തന്നെ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയാൽ അതിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമത്തെ നമുക്ക് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ അത് നമുക്ക് ഈ സാമൂഹിക ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ മാറ്റങ്ങളെ ഉൾപ്പെടെ കണ്ടുകൊണ്ടുപോകണം. ഓരോന്നിനെ സംബന്ധിച്ച് ഇടപെടണം. അത് ഇടപെടും എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. മുഖ്യമന്ത്രി എന്ത് ശൈലിയാണ് മാറ്റേണ്ടതെന്ന് MV ഗോവിന്ദൻ. എത്ര നാളായി ഇത് പറയുന്നു. പിണറായിയെ മാധ്യമങ്ങൾ പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുന്നുവെന്നും അതിനൊപ്പം പാർട്ടി നിൽക്കേണ്ട കാര്യമില്ലെന്നും MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. മുഖ്യമന്ത്രി എന്ത് ശൈലിയാ മാറ്റണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ, നിങ്ങളിപ്പോൾ കുറേ കൊല്ലായാലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് തന്നെയല്ലേ ഞങ്ങൾ 99 സീറ്റ് കിട്ടി രണ്ടാം ഗവൺമെൻറ് വന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെൻറ് രണ്ടാമത്തെ ഭരണത്തിൽ വരുന്നത്. അന്നും പിണറായി തന്നെയായിരുന്നല്ലോ. നിങ്ങളിപ്പോഴും കുറച്ച് ആൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. അതിനൊന്നും CPIM വഴങ്ങുന്ന പ്രശ്നമില്ല. വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ അമ്മാതിരി ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ. പിണറായിക്കെതിരായ വിമർശനങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചെന്നും CPM സംസ്ഥാന സെക്രട്ടറി. പിണറായിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് പ്രതിച്ഛായ തകർക്കാൻ UDFും മാധ്യമങ്ങളും ശ്രമിച്ചു. CPMന്റെ പ്രധാന നേതൃത്വ കേന്ദ്രമാണ് പിണറായി. അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും ടാർഗറ്റ് ചെയ്യുന്നു. അത്തരം പ്രചാരണങ്ങൾ ഒരു പരിധിവരെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പിണറായിയെ ഒറ്റതിരിച്ച്
കടന്നാക്രമിച്ച് വ്യാപകമായ കള്ളപ്രചാരവേലയിലൂടെ ഒരു ഇമേജ് തന്നെ തകർക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് UDFും വലതുപക്ഷ മാധ്യമങ്ങളും എത്രയോ കാലമായിട്ട് ശക്തിയായി നടത്തി വരുന്നത്. അതിപ്പോഴും തുടരുകയാണ്. CPIMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വ കേന്ദ്രം എന്ന നിലയിൽ പിണറായിയെയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്യുക, പാർട്ടി നേതൃത്വത്തെ ടാർഗറ്റ് ചെയ്യുക, ഈ നിലപാടാണ് വലതുപക്ഷ മാധ്യമങ്ങൾ കുറേ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രചരണങ്ങൾ ഒരു പരിധിവരെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയും തിരുത്തൽ നടപടികളിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര നേതാക്കൾ പങ്കെടുത്ത് മേഖലാ യോഗങ്ങൾ ചേരും. അടുത്ത മാസം 2, 3, 4 തീയതികളിൽ ജില്ലാ കേന്ദ്രങ്ങളിലും മേഖലാ യോഗങ്ങൾ ചേരും. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിക്ക് ഏറ്റിട്ടുള്ള ഈ തിരിച്ചടി പരിഹരിക്കുന്നതിനുള്ള ശക്തമായ നിലപാടുകൾ പാർട്ടി സ്വീകരിക്കുക ചെയ്യും. കേന്ദ്ര നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ 4 കേന്ദ്രങ്ങളിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പങ്കെടുക്കുന്ന 4 മേഖലാ യോഗങ്ങൾ 2, 3, 4 തീയതികളിൽ നടക്കാൻ പോവുകയാണ്. താഴെ തരം വരെ ജനങ്ങളോട് സംവേദിക്കാൻ ലോക്കൽ അടിസ്ഥാനത്തിലും ചിലപ്പോഴത് വിഭജിച്ചും ആ മേഖലയിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനും ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാനുമുള്ള ഒരു സൗഹൃദം എല്ലാ ലോക്കലുകളിലും രൂപപ്പെടുത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മാർഗരേഖയും മുൻഗണനയും നിശ്ചയിക്കാൻ CPM തീരുമാനം. ഇതിനായി പ്രത്യേക രൂപരേഖ തയ്യാറാക്കും. പാർട്ടി നിശ്ചയിക്കുന്ന മുൻഗണന അനുസരിച്ച് സർക്കാർ പ്രവർത്തിക്കും. ദുർബല വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചെല്ലാം ഒരു രൂപരേഖ തയ്യാറാക്കി ഞാൻ നേരത്തെ പറഞ്ഞ നിരവധി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനാണ് പ്രയോറിറ്റി നൽകേണ്ടത് എന്ന കാര്യം ചർച്ച ചെയ്ത് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടത്തി പോകാൻ കഴിയണം. അതിലേറ്റവും ദുർബല ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക, വർഗപരമായിട്ട് തന്നെ മുൻഗണന നൽകുക എന്നുള്ള നിലപാടും സ്വീകരിക്കണം. വിവിയറുണ്ട് റിപ്പോർട്ടിലേക്ക്. 4 ദിവസം നീണ്ടുനിന്ന നേതൃയോഗങ്ങൾക്ക് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തുമ്പോൾ പാർട്ടിക്ക് മുന്നണിക്കുണ്ടായ തെറ്റുകൾ ഏറ്റുപറഞ്ഞും സ്വയം വിമർശനം നടത്തിയുമുള്ള ചർച്ചകളുടെ ഒരു രത്നചുരുക്കമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനം, ജനങ്ങളെ മനസ്സിലാക്കാൻ തങ്ങൾക്ക് സാധിച്ചില്ല. നിരവധി പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അതായത് ക്ഷേമ പെൻഷനുകൾ നിർത്തിയതടക്കം, കുടിശ്ശികൾ ഉണ്ടായതടക്കം, തടസ്സപ്പെട്ടതടക്കമുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്ക് കൃത്യമായ എതിർവികാരമുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അത് ഇത്രത്തോളം വലിയ തിരിച്ചടിയിലേക്ക് പോകുമെന്ന് ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു ഏറ്റുപറച്ചിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രധാനമായും നടത്തിയത്. പരാജയ കാരണങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതിലും ഒരു പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പരാജയ കാരണമായി ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര സർക്കാരിനെതിരായ ജനവികാരം അത് UDFന് ഗുണം ചെയ്തു എന്ന് നേരത്തെ പറഞ്ഞ കാര്യം അദ്ദേഹം ആവർത്തിച്ചു. മറ്റൊന്ന്, ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും അകന്നതാണ്. അതിൽ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മുസ്ലിം ലീഗും കോൺഗ്രസിനൊപ്പം ഒരു മുന്നണി സംവിധാനം എന്ന പോലെ പ്രവർത്തിച്ചു. അവിടെ വർഗീയ ധ്രുവീകരണ ശ്രമമുണ്ടായി. അത് ഇടതുമുന്നണിയുടെ തോൽവിയുടെ ആഘാതം കൂട്ടി, ആക്കം കൂട്ടി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. മറ്റൊന്ന്, ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ വോട്ട് ബാങ്കായ, അടിസ്ഥാന വോട്ട് ബാങ്കായ ഈഴവ സമുദായം അകന്നു. ഈഴവ സമുദായം ഉൾപ്പെടെയുള്ള ജാതി സംഘടനകൾ, സ്വത്ത് രാഷ്ട്രീയം വച്ചു പുലർത്തുന്നവരൊക്കെ വർഗീയ ശക്തികളുടെ കൂടെ പോയി, അതായത് BJPക്കൊപ്പം ഈഴവ സമുദായം പോയി, ഒരു വലിയൊരു വിഭാഗം പോയി, നേതാക്കൾ വലിയൊരു വിഭാഗം ഈഴവ സമുദായത്തെ അവിടേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ ശ്രമം നടത്തി. BDS രൂപീകരണ കാലം മുതൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ നടത്തിയ ശ്രമങ്ങൾ ഇത്തവണ വെള്ളാപ്പള്ളിയുടെ ഭാര്യ അടക്കം യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് BJPക്ക് അനുകൂല നിലപാടാക്കി മാറ്റി. വെള്ളാപ്പള്ളിക്കും അതിൽ പങ്കുണ്ടെന്ന സൂചനയാണ് MV ഗോവിന്ദൻ നൽകിയത്. ക്രൈസ്തവ വിഭാഗങ്ങളും വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ അകറ്റി നിർത്തി അവരും BJPയിലേക്ക് പോയി. തൃശ്ശൂരടക്കം സംഭവിച്ച അതാണ്. അവരും വർഗീയ ശക്തികൾക്ക് ഒപ്പം ചിലയിടത്ത് ഭീഷണി കാരണമാണ്,
ചിലയിടത്ത് മറ്റു പല കാരണങ്ങൾ കൊണ്ട് അവർക്കൊപ്പം പോയി. പാർട്ടിക്കെതിരെയും ചർച്ചകളുണ്ടായി. സംസ്ഥാന സമിതിയിൽ പാർട്ടി നേതാക്കളുടെ ശൈലിക്കെതിരെ ചർച്ചകളുണ്ടായി. അത്തരം കാര്യങ്ങളൊക്കെ തിരുത്തും. സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് മുൻഗണന നിശ്ചയിക്കും. സർക്കാർ കൃത്യമായി പാർട്ടി പറയുന്നതനുസരിച്ച് പാർട്ടിയുടെ പരിപാടി അനുസരിച്ചുള്ള നടപടികളാകും സർക്കാർ സ്വീകരിക്കേണ്ടത്. അതിൽ കൃത്യമായി തന്നെ ഏതൊക്കെ പരിപാടികൾക്ക് പദ്ധതികൾക്ക് മുൻഗണന നൽകണമെന്ന് പാർട്ടി നിശ്ചയിച്ച് നൽകും. ആ മുൻഗണനാ പട്ടിക വൈകാതെ CPM തയ്യാറാക്കി സർക്കാരിന് കൈമാറും. പാർട്ടി നേതാക്കളുടെ പ്രവർത്തന രീതിയിലും മാറ്റം വേണമെന്ന് CPM പറയുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് CPM തീരുമാനം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവരുടെ തെറ്റിദ്ധാരണകൾ അകറ്റാനായി ജനങ്ങളിലേക്ക് ഇറങ്ങും. ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 4 മേഖലകളിൽ ആദ്യം യോഗങ്ങൾ നടത്തും. പിന്നീട് അത് ജില്ലാടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ലോക്കൽ കേന്ദ്രങ്ങളിലും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള പരിപാടിക്കും CPM തയ്യാറെടുക്കും. അതായത് ജനങ്ങളുടെ തെറ്റിദ്ധാരണ അകറ്റാൻ, ജനങ്ങൾ പാർട്ടിക്കെതിരായെങ്കിൽ അതിൽ നിന്ന് അവരെ മാറ്റാനുള്ള എല്ലാ തലങ്ങളിലുമുള്ള ഇടപെടലുകളാണ് നടത്താൻ CPM തയ്യാറെടുക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ വലിയ വിമർശനം സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ശൈലി സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കെതിരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ, മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ, ആരോപണങ്ങൾക്ക് ജനങ്ങളെ സ്വാധീനിച്ചുവെന്ന് CPM തുറന്നു പറയുന്നു. അത് തിരുത്താനുള്ള ശ്രമങ്ങളുണ്ടാകും. അപ്പോഴും മുഖ്യമന്ത്രി ശൈലി മാറ്റമോ എന്ന ചോദ്യത്തിന് എന്തിനാണ് മാറ്റേണ്ടതെന്ന മറു ചോദ്യമാണ് MV ഗോവിന്ദൻ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ശൈലി മാറ്റമല്ല, മുഖ്യമന്ത്രിക്കെതിരെ നടന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണ നടന്ന പ്രചരണങ്ങളാണ് നടന്നത്. അതിൽ ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ അവിടെയും ഇടപെടൽ നടത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഏതായാലും ഇത്രയധികം ദിവസം നീണ്ടുനിന്ന യോഗങ്ങൾക്ക് ശേഷം തെറ്റുതിരുത്തലിനും അതുപോലെ തന്നെ സർക്കാരിനും പാർട്ടിനും ഒരുപോലെ തെറ്റുതിരുത്തലിനും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാനുമാണ് CPM തീരുമാനമെടുത്തിരിക്കുന്നത്. MV ഗോവിന്ദൻ വിചാരിച്ചാൽ CPM-ലോ സർക്കാരിലോ ഒരു തിരുത്തലും വരുത്താനാവില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്ന പണി മാത്രമാണ് MV ഗോവിന്ദനുള്ളത്. ഈഴവർ എല്ലാ കാലത്തും CPM-ന് വോട്ട് ചെയ്യേണ്ടവരാണെന്ന ധാർഷ്ട്യമാണ് ഗോവിന്ദനുള്ളത്. BJPക്ക് വോട്ട് ചെയ്യുന്ന ഈഴവരെല്ലാം വർഗീയവാദികളാണെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ മതമൗലികവാദികളെ പ്രീണിപ്പിക്കുന്ന കാര്യത്തിൽ LDF-ഉം UDF-ഉം തമ്മിൽ മത്സരിക്കുകയാണ്. ജനവിരുദ്ധ നയങ്ങളും വർഗീയ പ്രീണനവുമാണ് ഇടതുപക്ഷത്തെ വൻ തകർച്ചയിലേക്ക് നയിച്ചതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. പ്രത്യേക മിഷനുമായി KPCC. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറാകാൻ പ്രത്യേക മിഷൻ തയ്യാറായി. 3 ജില്ലകൾ വീതമുള്ള ക്ലസ്റ്ററുകളായാകും സംഘടനാ പ്രവർത്തനം. മുതിർന്ന നേതാക്കൾക്കാണ് ജില്ലകളുടെ ചുമതല. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ സ്വന്തം ബൂത്തുകളിൽ പ്രവർത്തിക്കണം. വിജയത്തിൽ അത്യാഹ്ലാദം വേണ്ടെന്നും വിജയത്തിന്റെ ആലസ്യത്തിലേക്ക് നേതാക്കൾ പോകരുതെന്നും നേതൃയോഗം ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി MG മിഥുൻ ചേർന്നു. MG, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ കൂടുതൽ കരുത്തലോടുകൂടി ഇരിക്കുക, വിജയം ആവർത്തിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുക, ആ തരത്തിൽ തയ്യാറെടുക്കുകയാണ് KPCC എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തെല്ലാം നിർദ്ദേശങ്ങൾ നേതാക്കൾക്കും അണികൾക്കും നൽകുന്നു പാർട്ടി? അപർണ, നിലവിൽ ഈ ആലത്തൂർ ഒപ്പം തന്നെ തൃശ്ശൂർ തുടങ്ങിയ 2 പരാജയങ്ങൾ മാറ്റി നിർത്തിയാൽ വലിയ വിജയം തന്നെയാണ് UDF സ്വന്തമായിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഹ്ലാദത്തിൽ കൂടിയാണ് നേതാക്കളുള്ളത്. കഴിഞ്ഞ തവണ 2019 സമാന സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ആ ആലസ്യത്തിൽ മുഴുകിയതുകൊണ്ടാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി ഉണ്ടായത്. അത് ഇത്തവണ ഉണ്ടാകാൻ പാടില്ല. ആ ആലസ്യത്തിലേക്ക് നേതാക്കൾ പോകരുത് എന്നുള്ളൊരു പൊതു നിർദ്ദേശം ഈ ഒരു യോഗത്തിൽ ഉയർന്നു വരികയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ഒരു മിഷൻ തയ്യാറാക്കി കഴിഞ്ഞു KPCC എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനായി 3 ജില്ലകൾ കേന്ദ്രീകരിച്ച് 3 ജില്ലകളുള്ള 5 ക്ലസ്റ്ററുകൾ രൂപീകരിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. അതിൽ ഓരോ ക്ലസ്റ്ററുകളുടെയും ചുമതല മുതിർന്ന നേതാക്കൾക്ക് നൽകാനാണ് തീരുമാനം. ഈ നേതാക്കൾ ആരാണ് എന്നുള്ള തീരുമാനം പിന്നീടായിരിക്കും ഉണ്ടാകുക എന്നും നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും KC വേണുഗോപാലാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ CUC രൂപീകരണം അത് പലയിടത്തും നടക്കാതെ പോയിട്ടുണ്ട്. അതിൻ്റെ അടക്കമുള്ള രൂപീകരണം ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. വാർഡ് തലത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ സ്വന്തം ബൂത്തിൽ പണിയെടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി KC വേണുഗോപാൽ മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തു. ACCയുടെ നേതാക്കളും ഒപ്പം തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്ത ഒരു നേതൃയോഗമായിരുന്നു ഇന്ന് നടക്കുകയും ചെയ്ത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങണം, അതിൽ വലിയ മുന്നേറ്റം നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു മിഷൻ തയ്യാറാക്കാൻ KPCC ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ വാർഡ് അടിസ്ഥാനത്തിൽ ഈ ഒരു സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ അതിൽ വാർഡിലെ കോൺഗ്രസ് കമ്മിറ്റിക്കും ഒപ്പം തന്നെ UDF കമ്മിറ്റിയും
പറയുന്ന ആളുകളുടെ പേരായിരിക്കണം സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരേണ്ടത്. മറ്റുള്ളവരുടെ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി നേതാക്കൾ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു നിലപാട് കൂടി എന്തായാലും KPCC നേതൃത്വം കൈക്കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2026 നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിന് പിന്നാലെ തന്നെ നടക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി നടത്തുന്നു. കൂടാതെ ഇന്ന് KM മുരളീധരൻ അദ്ദേഹത്തിനോട് അനുനയ ചർച്ചകൾക്കായി ഇന്നും പ്രത്യേക അന്വേഷണ സമിതി അദ്ദേഹത്തെ രാവിലെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ആ അനുനയ ശ്രമത്തിനൊന്നും തന്നെ മുരളി തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അതായത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ, വലിയ വിജയക്കൊടി പാറിക്കണമെങ്കിൽ തൃശ്ശൂരും ഒപ്പം തന്നെ തിരുവനന്തപുരം അടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കണം. അവിടെ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് ഭരണം കിട്ടില്ല എന്നുള്ള അടക്കമുള്ള ഒരു വിമർശനം അദ്ദേഹം ഉയർത്തിക്കാണിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ട് പോലും നേതൃയോഗങ്ങളിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ UDFന്റെ നേതൃയോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് ഹൗസിൽ പുരോഗമിക്കുകയാണ്. അവിടെ പ്രധാനമായും ഈ ഒരു നേതാക്കളുടെ കാര്യങ്ങൾ, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്നുണ്ട്. കൂടാതെ തൃശ്ശൂർ, ആലത്തൂരിൽ അടക്കമുള്ള ആ ഒരു തിരിച്ചടി, ആ 2 തോൽവികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ചർച്ച ഉണ്ടാകും. അതേസമയം ചേലക്കര ഒപ്പം തന്നെ പാലക്കാട് തുടങ്ങിയ 2 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ ചർച്ചകളും ഇന്നത്തെ നേതൃയോഗങ്ങളിൽ ഉണ്ടായില്ല എന്നുള്ളതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. MG മിഥുൻ വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലെ തോൽവി വലിയ നഷ്ടമെന്ന് മുരളീധരന്റെ പ്രതികരണം. ഞാൻ കമ്മീഷണർ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. സംഭവിക്കാൻ പാടില്ലാത്ത തൃശ്ശൂർ സംഭവിച്ചു എങ്കിലും അതൊന്നും വരാൻ പോകുന്ന പഞ്ചായത്തിനെയോ നിയമസഭയോ ബാധിക്കാൻ പാടില്ല. കാരണം തൃശ്ശൂർ ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ UDFന് ഭരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കുകയും ലോക്കൽ ബോഡിയിലും അസംബ്ലിയിലും UDF തൃശ്ശൂർ ജില്ലയിൽ തിരിച്ചു വരാനും ഉള്ള ഇവരെടുക്കുന്ന ഏത് നിലപാടിനും എന്റെ പിന്തുണയുണ്ടാവും. ആരെയും പേരൊന്നും പറഞ്ഞിട്ടില്ല, ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ സംഘടനാ തലത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരസ്പരം അതിന്റെ ഒരു ആശയവിനിമയം നടത്തി. അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ തലയിൽ ഇത് കെട്ടിവെക്കുന്നത് ശരിയല്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരല്ലേ ഏറ്റവും കൂടുതൽ കഴിവുള്ളവർ. ഇപ്പോൾ KM മുരളീധരനെ തോൽപ്പിക്കാൻ ഇത്ര ലക്ഷം വോട്ട് മറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവർ മാന്യന്മാരല്ലേ? അത് ശരിയല്ലല്ലോ. അങ്ങനെ ആര് വിചാരിച്ചാലും നടക്കില്ല. കാരണം ജനങ്ങളെല്ലാം കാര്യങ്ങൾ കണ്ടും പഠിച്ചും വോട്ട് ചെയ്യുന്നവരാണല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. കോൺഗ്രസിന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല തൃശൂരിലെ തോൽവിയെന്ന് KPCC അന്വേഷണ കമ്മീഷൻ അംഗം KC ജോസഫ്. തൃശൂരിലെ തോൽവിയുടെ കാരണം കണ്ടെത്താനാണ് വന്നത്. ഒരു സർവേയിലും കോൺഗ്രസ് പരാജയപ്പെടുമെന്ന് പറഞ്ഞിരുന്നില്ല. കോൺഗ്രസ് അവിടെ 3ാം സ്ഥാനത്തേക്ക് പോയത് ഗൌരവമായ വിഷയമാണെന്നും KC ജോസഫ് പറഞ്ഞു. തൃശൂരിലെ പരാജയം ഒരു വലിയ ആഘാതമാണ് കോൺഗ്രസിനേറ്റത്. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. KM മുരളീധരനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥി അവിടെ 3ാം സ്ഥാനത്താകുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതിന്റെ കാരണം കണ്ടെത്തലാണ് ഞങ്ങളുടെ ചുമതല. ഞങ്ങൾ ആ ചുമതല നിർവഹിക്കും. പക്ഷേ തൃശ്ശൂരിലെ പരാജയം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന് UDFനുണ്ടായ വലിയ ആഘാതമാണ്. കാരണം ഒരു സർവേയിലും പറഞ്ഞിരുന്നില്ല തൃശ്ശൂരിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു. കെ രാധാകൃഷ്ണന് പകരം മാനന്തവാടി MLA OR കേളു പിണറായി മന്ത്രിസഭയിലേക്ക്. കേളു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയാകും. OR കേളുവിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടന്നേക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടത്താനാണ് സർക്കാർ നീക്കം. ഇതിനായി സർക്കാർ ഗവർണറോട് സമയം ചോദിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ട്. പാർലമെന്ററി കാര്യവകുപ്പ് MP രാജേഷ് നൽകും. DN വാസവനാണ് ദേവസ്വം വകുപ്പിന്റെ പുതിയ ചുമതല. ഏൽപ്പിച്ച ഉത്തരവാദിത്തം മികച്ച രീതിയിൽ നടപ്പാക്കുമെന്ന് OR കേളു പറഞ്ഞു. വകുപ്പിനു വേണ്ടി മികച്ച പ്രവർത്തനം നടത്താൻ ശ്രമിക്കുമെന്നും OR കേളു പ്രതികരിച്ചു. കെ രാധാകൃഷ്ണൻ തുടങ്ങിവെച്ച പ്രവർത്തനം നല്ല രീതിയിൽ പൂർത്തിയാക്കും. അതിൽ അതിയായ സന്തോഷമാണുള്ളത്. പട്ടികജാതി വർഗ ഫണ്ടിന്റെ വിനിയോഗം മോണിറ്റർ ചെയ്യാൻ സംവിധാനമുണ്ടാകുമെന്നും OR കേളു ന്യൂസ് 18നോട് പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭയിലേക്ക് പുതുതായി എത്തുന്ന അംഗം ശ്രീ OR കേളു, അങ്ങേക്ക് പുതിയൊരു നിയോഗമാണ് വരുന്നത്. രാധാകൃഷ്ണൻ മിനിസ്റ്റർ മാറുന്ന ഒഴിവാണ്. പൊതുവിൽ വളരെ ജനകീയനായിട്ടുള്ള ഒരു മന്ത്രി. അദ്ദേഹം മാറുമ്പോൾ തന്നെ പുരോഗമനപരമായ പല പ്രഖ്യാപനങ്ങൾ, കോളനി പോലുള്ള വാക്കുകൾ ഒഴിവാക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വരുമ്പോൾ എന്തൊക്കെയാണ് ഉത്തരവാദിത്വം? അല്ല, ഈ ഗവൺമെൻറ്റും ആ വകുപ്പും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതികളും കാഴ്ചപ്പാടുകളും ഉണ്ടല്ലോ.
അത് പരിശോധിച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി നടപ്പാക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പ്രവർത്തിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണമെന്ന ഒരു താല്പര്യമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. ആദിവാസികളെ സംബന്ധിച്ചിപ്പോൾ വനത്തിൻ്റെ ഉള്ളിലും വനേതരങ്ങളിലും ഒക്കെയാണ് അവർ താമസിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ വന്യമൃഗശല്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ അനുഭവിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണണമെന്ന് വിചാരിക്കുന്നു. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലേക്ക് വരുന്ന ഫണ്ട് പരമാവധി സർക്കാരുകൾ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ പല തട്ടുകളിലായി ചോർച്ച ഉണ്ടാകുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന തട്ടിപ്പുകൾ ഇതിനെല്ലാം ഗൗരവമായി കണ്ട് കൂടുതൽ കാര്യക്ഷമമായി ഈ വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ ഇടപെടൽ നടത്താൻ അങ്ങ് ശ്രമിക്കുന്നു. അതെ, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയ്ക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പാക്കുന്ന ഓരോ പദ്ധതിക്കും ഒരു കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് മേലെ തൊട്ട് താഴെ വരെ വേണം. അത് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് പണ്ട് കുറച്ചുകൂടി സ്വാതന്ത്ര്യമായിട്ട് വനവാസികളായ മനുഷ്യർക്ക്, അവർക്ക് വനത്തിനുള്ളിൽ താമസിക്കുന്നവർക്ക് ആ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പലപ്പോഴായി വന്ന നിയമങ്ങൾ പലപ്പോഴും അവർക്ക് അതിനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ താമസിക്കാനുള്ള, അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകും. അത് ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ FRC ആക്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ FRC ആക്ടിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കുറച്ചുകൂടി എന്താ പറയുക, അത് ടഫാക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആദ്യം കുറച്ച് ഫ്ലെക്സിബിളായിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കുറച്ചുകൂടി അത് എന്താ പറയുക ടഫാക്കിയിട്ട് അതിൽ നിന്നൊക്കെ FRC തന്നെ പുറകോട്ട് പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അവലംബിക്കുന്നത്. അത് ഈ വിഭാഗക്കാർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ ശക്തമായി നടപ്പാക്കണം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വന്യജീവി ശല്യം ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ അതിനെ കുറച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ. അത് വന്യമൃഗശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മന്ത്രി എന്ന നിലയ്ക്കോ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ല. അതിപ്പോൾ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റുമായി യോജിച്ചുകൊണ്ട് ഒരു പൊതു തീരുമാനം കൈക്കൊള്ളുമ്പോൾ മാത്രമേ ശാശ്വതമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതൊക്കെ ഭാവിയിൽ വരേണ്ട കാര്യങ്ങളാണ്. എന്തായിരുന്നാലും വലിയ ആശംസ, നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ. OR കേളുവിനെ മന്ത്രിയാക്കിയത് മികച്ച തീരുമാനമെന്ന് കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. വളരെ കൃത്യമായിട്ടുള്ള തീരുമാനമാണ്. നമ്മുടെ ഇതുവരെ പാർട്ടി നമ്മുടെ ട്രൈബൽ മേഖലയിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കിയിട്ടില്ല. അപ്പോൾ സഖാവ് കേളുവിനെ മന്ത്രിയാക്കുന്നതോടുകൂടി ആ മേഖലയിൽ നിന്നും ഒരു റെപ്രസെന്റേഷൻ നമ്മുടെ മന്ത്രിസഭയിൽ വരണം. എന്തുകൊണ്ടും അത് നല്ല ഒരു തീരുമാനമാണ് പാർട്ടി എടുത്തത്. വീണ വിജയനെതിരെ പുതിയ ആരോപണവുമായി മാത്യു കുഴൽനാടൻ. അനാഥാലയങ്ങളിൽ നിന്ന് വീണ വിജയൻ മാസപ്പടി കൈപ്പറ്റി. രജിസ്ട്രാർസ് ഓഫ് കമ്പനീസിന്റെ രേഖകളിൽ മാസപ്പടി വാങ്ങിയെന്ന് വ്യക്തം. മാത്യു കുഴൽനാടൻ സഭയിൽ രേഖകൾ ഉയർത്തിക്കാട്ടി. മാത്യുവിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു. മാത്യു കുഴൽനാടൻ സ്ഥിരമായി പാടുന്ന പല്ലവിയാണ് പറയുന്നത് എന്ന് സ്പീക്കർ വിമർശിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി കിട്ടാനാണ് മാത്യു സ്ഥിരമായി മാസപ്പടി വിഷയം ഉന്നയിക്കുന്നത്. കോടതിക്ക് മുൻപാകെയുള്ള വിഷയം സഭയിൽ സംസാരിക്കരുതെന്നും സ്പീക്കർ നിർദ്ദേശിച്ചു. താൻ ഏത് വിഷയം സംസാരിക്കണം െന്ന് താനാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു മാത്യുവിന്റെ മറുപടി. മാത്യുവിന്റെ പരാമർശം സഭാരേഖയിൽ ഉണ്ടാകില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. നിങ്ങൾ പറഞ്ഞല്ലോ കോടതി നോട്ടീസ് അയച്ചു. അത് കോടതി ഡിസൈഡ് ചെയ്യട്ടെ. കോടതി ഡിസൈഡ് ചെയ്യട്ടെ. നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വരൂ. ഞാൻ പ്രസംഗിക്കുന്ന വിഷയം ഏതാണെന്ന് ഞാനല്ലേ തീരുമാനിക്കണേ. നോ ഇവിടെ കൃത്യമായി റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. ഒരു രേഖ ഈ സഭയുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ROC അയച്ച ഒരു നോട്ടീസിൽ പറയാണ്, from the bank statement produced, it could be seen that company has been regularly, almost every month, receiving amount from various charitable organizations, institutions, etc. Sir, നമുക്ക് കിട്ടുന്ന പണം നമ്മുടെ കാര്യം പോട്ടെ. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ സാധാരണക്കാരനും അനാഥാലയങ്ങൾക്കും ചാരിറ്റി ഹോംസിനും പണം അങ്ങോട്ട് കൊടുക്കുന്നവരാണ്. എങ്ങനെയാണ് സാർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയങ്ങളിൽ നിന്നും മാസാമാസം അയച്ച രേഖയാണ്. ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖയിൽ ഉണ്ടാവില്ല. ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു രേഖയും ഒരു വാക്കും സഭാരേഖയിൽ ഉണ്ടാവില്ല. വസ്തുതാപരമായി തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം.
പെൻഷനെ ചൊല്ലി സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ നിയമസഭയിൽ വാക്പോര്. 5 മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡു ഈ മാസം തന്നെ നൽകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ക്ഷേമ പെൻഷനിൽ കുടിശ്ശിക ഇല്ലെന്ന് പറയുന്നത് കുടിശ്ശിക കൊടുക്കാതിരിക്കാനുള്ള കൗശലമാണെന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനിൽ 6 മാസ കുടിശ്ശികയുള്ളത് പാവപ്പെട്ട ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് പി.സി. വിഷ്ണുനാഥാണ് സഭ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി തേടിയത്. സർക്കാർ സാധാരണക്കാരെ പരിഗണിക്കുന്നില്ല എന്ന് പി.സി. വിഷ്ണുനാഥ് പറഞ്ഞു. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ചർച്ച ചെയ്യേണ്ടെന്നാണ് സർക്കാർ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും ഇനിയും സർക്കാർ പാഠം പഠിച്ചിട്ടില്ല. പെൻഷൻ അവകാശമല്ലെന്നാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത്. പൌരന്മാരുടെ ക്ഷേമത്തിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു. 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. കെട്ടിട നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് 1 കൊല്ലമായി. എന്തുകൊണ്ട് പരാജയപ്പെട്ടു, സർക്കാർ പരാജയപ്പെട്ടു എന്നറിയാൻ സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ദിവസങ്ങൾ നീണ്ട ചർച്ച വേണ്ട, പകരം ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയോട് ചോദിച്ചാൽ മതിയെന്നും പി.സി. വിഷ്ണുനാഥ് പറഞ്ഞു. സർ, മരുന്നിന് പൈസ ഇല്ലാത്ത ആൾക്ക് അവന് ഇന്നാ പൈസ കിട്ടണം. അവനോട് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, ഇന്ത്യ ടുഡേ അവാർഡ് തന്നിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ. അതുകൊണ്ട് കുലീനരെ, ഉദാത്തരെ, ശുദ്ധമർദ്ദരെ ഈ പാവങ്ങളുടെ പെൻഷൻ കൊടുക്കുക. ക്ഷേമ പെൻഷൻ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് പറഞ്ഞ മന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ പ്രസ്താവനയും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. വാഗ്ദാനങ്ങൾ നിറവേറ്റും, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്, കേന്ദ്രം പണം നൽകാത്തതാണ് ക്ഷേമ പെൻഷൻ വിതരണം വൈകിക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. വാഗ്ദാനങ്ങൾ പാലിക്കുക തന്നെ ചെയ്യും, അതിൽ ഒരു സംശയവും വേണ്ട എന്നും ധനമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റേത് ആത്മാർത്ഥതയില്ലാത്ത നിലപാടാണ്. എല്ലാം ആർഭാടമെന്ന് പറയുന്നവർ 90 ക്യാബിനറ്റ് പദവിയുള്ളവരെ ഉൾപ്പെടുത്തിയ കരുണാകരൻ മന്ത്രിസഭയുടെ കാലം ഓർക്കണമെന്നും പറഞ്ഞു. എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കും. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ വൈകാതെ പരിഹരിക്കപ്പെടുമെന്നും 5 മാസത്തെ കുടിശ്ശികയാണുള്ളതെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മറുപടി പറഞ്ഞു. അടിയന്തര സ്വഭാവമുള്ള ഒരു വിഷയമായിട്ട് ഇവിടെ അവതരിപ്പിക്കേണ്ട ഒരു കാര്യമല്ല സർ. 5 മാസത്തെ പെൻഷൻ ഡ്യൂസ് ഉണ്ട്. അതിവിടെ നേരത്തെ പറഞ്ഞാണ്, 5 മാസക്കാലത്തെ പെൻഷൻ ഡ്യൂസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഈ മാസം തന്നെ ഒരു ഗഡുവും കൂടി കൊടുക്കുകയാണ് സർ. പെൻഷൻ മസ്റ്ററിംഗ് കൂടി നിർബന്ധമാക്കിയതോടുകൂടി കിടപ്പ് രോഗികളായ നിരവധി പേരാണ് ഈ പെൻഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കല്ല ഈ സർക്കാരിന്റെ പരിഗണന. എന്താണ് സർക്കാരിന്റെ പരിഗണന, എന്താണ് സർക്കാരിന്റെ മുൻഗണന എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചു. എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതാണോ നിങ്ങളുടെ പ്രയോറിറ്റി? നിങ്ങളുടെ മുൻഗണനകൾ എന്താണ് എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബഹളം ഉണ്ടാക്കി, ഇതുപോലെ ഞങ്ങളെ പരിഹസിച്ചു. ഇപ്പോൾ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ 14 ജില്ലാ കമ്മിറ്റികളിൽ നിങ്ങളുടെ 2 പാർട്ടിയുടെയും ആ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇതാണോ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് ചോദിക്കുന്നില്ലേ? പത്രവാർത്തകൾ ശരിയാണെങ്കിൽ. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സർക്കാർ കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല, സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് UDF പിടിക്കാനാണ് സാധ്യതയേറെയെന്ന് വിമത കോൺഗ്രസ് നേതാവ് A.V. ഗോപിനാഥ് ന്യൂസ് 18നോട് പറഞ്ഞു. താൻ LDF സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾ ശരിയല്ലെന്നും അത്തരം ചർച്ചകൾ നടക്കുമ്പോൾ നോക്കാമെന്നും ഗോപിനാഥ് പറഞ്ഞു. എൻ്റെ അഭിപ്രായം അവിടെ കോൺഗ്രസ് ശക്തിയോട് തിരിച്ചു വരും എന്നാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ BJP ശക്തമായ വേരോട്ടമുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ജയിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാർട്ടി ഔദ്യോഗികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നോട് ചോദിച്ചാലേ എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ കഴിയും. പാർട്ടി എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കി പറയും. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. നീറ്റ് പരീക്ഷാ വിവാദങ്ങൾക്കിടെ UGC നെറ്റ് പരീക്ഷ കൂടി ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ മത്സര പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലായി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് ABVP അടക്കം രംഗത്ത് വന്നു. അതേസമയം നീറ്റ് പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികൾക്കുള്ള കൌൺസിലിംഗ് സ്റ്റേ ചെയ്യണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. ജൂൺ 23-ന് നീറ്റ് പുനഃപരീക്ഷ എഴുതുന്നവർക്കുള്ള ഹാൾ ടിക്കറ്റ് വിതരണം ആരംഭിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ 4 പേർ അറസ്റ്റിലായി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ സുതാര്യതയോടെ നടത്തുന്നതിനാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ 2017 കേന്ദ്ര സർക്കാർ നിയമിച്ചത്. എന്നാൽ നീറ്റിന് പിന്നാലെ UGC നെറ്റ് പരീക്ഷയിലും ക്രമക്കേട് ഉയർന്നതോടെ NTA-യുടെ സുതാര്യത തന്നെ ചോദ്യചിഹ്നമായി. മത്സര പരീക്ഷകൾ ഒന്നിനു പുറകെ ഒന്നായി കോടതി കയറുകയാണ്.
അതിനിടെയാണ് ക്രമക്കേട് ഉയർന്നതിനെ തുടർന്ന് UGC നെറ്റ് പരീക്ഷ വിദ്യാഭ്യാസ മന്ത്രാലയം റദ്ദാക്കുന്നതും CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതും. ഇതിനെതിരെ വിവിധ യുവജന സംഘടനകൾ പ്രക്ഷോഭവുമായി രംഗത്തുവന്നു. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കൊപ്പം ABVPയും സർക്കാരിനെതിരെ പ്രതിഷേധത്തിലാണ്. അതേസമയം നീറ്റ് പാസ്സായവർക്കുള്ള UGCയുടെ കൌൺസിലിംഗിൽ സ്റ്റേ അനുവദിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട്. രാജസ്ഥാൻ, കൽക്കട്ട, ബോംബെ ഹൈക്കോടതികളിലാണ് നീറ്റ് സംബന്ധിച്ച പരാതികൾ എത്തിയിരിക്കുന്നത്. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 4 പേർ ബീഹാറിൽ അറസ്റ്റിലായി. പരീക്ഷയുടെ തലേദിവസം മെഡിക്കൽ എൻട്രൻസ് ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയെന്ന് അറസ്റ്റിലായവർ പോലീസിന് മൊഴി നൽകി. ഇതിനിടെ ഈ മാസം 23-ന് നടക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റുകൾ NTA വിതരണം ചെയ്തു തുടങ്ങി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നീറ്റ് ഉൾപ്പെടെ പരീക്ഷാ ക്രമക്കേട് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് രാഹുൽ ഗാന്ധി MP. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ BJPയും RSSും ഹൈജാക്ക് ചെയ്തു. യുദ്ധങ്ങൾ വരെ നിർത്താൻ കഴിയുന്ന ഇടപെടലിന് ശേഷിയുണ്ടെന്ന് അവകാശപ്പെടുന്ന മോദിക്ക് ചോദ്യപേപ്പർ ചോർച്ച തടയാനാവുന്നില്ലെന്നും രാഹുൽ പരിഹസിച്ചു. വർഷങ്ങൾ കഷ്ടപ്പെട്ടാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. അവരുടെ ഭാവി പന്താടരുതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP states have had to deal with this. Uttar Pradesh has had to deal with this. Madhya Pradesh has been a center of this. Gujarat has been a center of this. And now they have expanded this idea to the rest of the country. This is extremely damaging to students. And it's happening because all our institutions have been captured. Our vice chancellors are placed not based on merit, but because they belong to a particular organization. And this organization and the BJP have penetrated our education system and destroyed it. What was done by Mr. Narendra Modi to the economy with demonetization has now been done to the education system. നീറ്റ് നെറ്റ് പരീക്ഷാ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏജൻസിയുടെ കെടുകാര്യസ്ഥത കാരണം വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാവുകയാണ്. കേന്ദ്ര സർക്കാർ എത്രയും വേഗം ഇടപെട്ട് സുതാര്യത ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് നെറ്റ് പരീക്ഷകളുടെ വിശ്വാസ്യത തകർന്ന സാഹചര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ഡിവൈഎഫ്ഐ. രാജ്യത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമെന്നും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീം പറഞ്ഞു. മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമാണ്. എല്ലാ വിഭാഗങ്ങളിലെയും ബാക്കിയുള്ള സീറ്റുകളുടെ എണ്ണം കണക്കാക്കുമ്പോൾ 15,000-ത്തിലധികം കുട്ടികൾക്ക് സീറ്റ് കിട്ടാത്ത നിലയാണ്. അധികം സീറ്റല്ല, ബാച്ചാണ് വേണ്ടതെന്ന ആവശ്യമുന്നയിച്ച് MSF, KSU പ്രവർത്തകർ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിൽ പ്രതിഷേധം നടത്തി. ഓഫീസ് പൂട്ടിയിടാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. +1 സീറ്റ് വിഷയത്തിൽ വലിയ പ്രതിസന്ധിയാണ് മലപ്പുറം ജില്ലയിൽ ഉള്ളത്. 3ാം ഘട്ട അലോട്ട്മെന്റ് കൂടി പൂർത്തിയായപ്പോൾ നിലവിലെ കണക്ക് പ്രകാരം 32,410 പേർക്കാണ് ഇനിയും പ്രവേശനം ലഭിക്കാനുള്ളത്. ഇനി മാനേജ്മെന്റ്, മെറിറ്റ്, സ്പോർട്സ്, കമ്മ്യൂണിറ്റി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ ബാക്കിയുള്ള സീറ്റുകൾ 6,347 മാത്രമാണ്. അതേസമയം അൺഎയ്ഡഡ് സീറ്റുകളുടെ എണ്ണം 10,877. ഇതെല്ലാം തന്നെ കൂട്ടിയാലും ഏകദേശം 15,186 പേർക്ക് +1 സീറ്റ് ലഭിക്കാത്ത അവസ്ഥയാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഇതിനു പുറമെ ഇനി പോളിടെക്നിക്, അതേപോലെ VHSC തുടങ്ങിയ സീറ്റുകളുടെ എണ്ണം നോക്കിയാലും അത് 4,000-ൽ അധികം മാത്രമാണുള്ളത്. എങ്കിലും 10,000-ത്തിലധികം പേർക്ക് നിലവിലെ സാഹചര്യത്തിൽ +1 പഠിക്കുവാൻ സാഹചര്യമില്ലാത്ത അവസ്ഥയാണുള്ളത്. വലിയ പ്രതിസന്ധിയാണ് അനുഭവപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് MSFും KSUവും വലിയ പ്രതിഷേധങ്ങൾ മലപ്പുറത്ത് നടത്തുന്നത്. വിദ്യാഭ്യാസ
ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് ഇരു പാർട്ടികളുടെയും KSUവിന്റെയും MSFന്റെയും പ്രതിഷേധം ഉണ്ടായത്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് കടന്ന് ഓഫീസറെ പൂട്ടിയിടാനുള്ള ശ്രമമാണ് MSF പ്രവർത്തകർ ആദ്യം നടത്തിയത്. MSF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനുശേഷമായിരുന്നു KSU പ്രവർത്തകരുടെ പ്രതിഷേധം. അവരും മതിൽ ചാടിക്കടന്ന് ഓഫീസ് പൂട്ടിയിടാനുള്ള ശ്രമം നടത്തുന്നതിനിടെ പോലീസ് അവരെ പിടിച്ചു മാറ്റുകയായിരുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. എന്നാണെങ്കിലും ഈ ഒരു പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. മലപ്പുറത്തുനിന്നും അഖിലോട്ടുമാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. തമിഴ്നാട് കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 38ആയി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ അന്വേഷണ കമ്മീഷനെ സർക്കാർ നിയമിച്ചു. അതേസമയം സർക്കാരിനെതിരെ ADMKയും BJPയും രംഗത്ത് വന്നു. കള്ളക്കുറിച്ചിയിലെ കരുണപുരത്ത് നിന്നാണ് ഇവർ മദ്യം കഴിച്ചത്. ദുരന്തത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്ന് 900 ലിറ്ററോളം വ്യാജമദ്യം പിടികൂടിയിട്ടുണ്ട്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ചൊവ്വാഴ്ച മുതലാണ് ആളുകൾ ചികിത്സ തേടിയത്. ചികിത്സ തേടിയ പലരുടെയും നില വഷളായതിനെ തുടർന്ന് പുതുച്ചേരിയിലെയും കള്ളക്കുറിച്ചിയിലെയും ആശുപത്രികളിൽ നിന്ന് ജിപ്മറിലേക്ക് ഇവരെ മാറ്റുകയായിരുന്നു. വയറുവേദനയും കണ്ണെരിച്ചിലും അനുഭവപ്പെട്ടതോടെയാണ് വ്യാജമദ്യമാണ് ഇവർ കഴിച്ചതെന്ന സംശയം ബന്ധുക്കൾ പ്രകടിപ്പിച്ചത്. നിലവിൽ 60-ലധികം പേരാണ് പുതുച്ചേരി, സേലം, വിഴുപ്പുറം എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മദ്യത്തിൽ മെഥനോളിന്റെ അംശം സ്ഥിരീകരിച്ചതായി തമിഴ്നാട് സർക്കാർ അറിയിച്ചു. അടിയന്തര യോഗം വിളിച്ച മുഖ്യമന്ത്രി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. ചികിത്സയിൽ കഴിയുന്നവർക്ക് 50,000 രൂപ വീതവും നൽകും. സംഭവത്തിൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി നീതിപതി ഗോകുൽദാസിന്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. വ്യാജ ചാരായം നിർമ്മിക്കാൻ മെഥനോൾ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നതുൾപ്പെടെ അന്വേഷണം നടത്തും. 3 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അന്വേഷണത്തിന് പോലീസിന്റെ 10 പ്രത്യേക സംഘത്തെയും നിയമിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ജില്ലാ കലക്ടറെ സ്ഥലം മാറ്റി. SP സസ്പെൻഡ് ചെയ്തതായും മുഖ്യമന്ത്രി അറിയിച്ചു. MS പ്രശാന്തിനെ ജില്ലയുടെ പുതിയ കലക്ടറായി നിയമിക്കുകയും ചെയ്തു. ഇതിനിടെ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് BJP രംഗത്ത് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് വ്യാജമദ്യം ഒഴുക്കുന്നത് തടയുന്നതിൽ സർക്കാർ പരാജയമാണ്. സർക്കാരിന്റെ അനാസ്ഥ ആരോപിച്ച് ജൂൺ 22-ന് BJP ധർണ നടത്തുമെന്ന് പാർട്ടി തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തമിഴ്നാട്ടിലെ വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ എക്സൈസ് കമ്മീഷന്റെ ഉത്തരവ്. മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും പരിശോധന ശക്തമാക്കണം. സംസ്ഥാനത്തേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും നിരീക്ഷിക്കണമെന്നും സംശയമുള്ള വാഹനങ്ങൾ പരിശോധിക്കണമെന്നുമാണ് നിർദ്ദേശം. വ്യാജമദ്യ, സ്പിരിറ്റ് കേസ് പ്രതികളെ നിരീക്ഷിക്കാനും മുൻപ് വ്യാജമദ്യ ദുരന്തം നടന്ന കൊല്ലം, മലപ്പുറം ജില്ലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും ഉത്തരവിൽ പറയുന്നു. പാലക്കാട് നിന്ന് പെർമിറ്റോടെ വരുന്ന കള്ള് പ്രത്യേകം പരിശോധിക്കണമെന്നും പെർമിറ്റ് പ്രകാരം കേരളത്തിലേക്ക് വരുന്ന സ്പിരിറ്റ്, വിദേശമദ്യം എന്നിവ കൃത്യമായി പരിശോധിച്ച് കടത്തിവിടണമെന്നും എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നു. ഷൊർണൂരിൽ വിവാഹ ചടങ്ങിൽ ഭക്ഷണം കഴിച്ച വധുവിനും വരനും ഉൾപ്പെടെ 150ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്ത കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, തൃശൂർ, ഷൊർണൂർ എന്നിവിടങ്ങളിലുള്ളവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ആരുടെയും നില ഗുരുതരമല്ല. വിവരങ്ങളുമായി S വിനേഷ് കുമാർ ചേർന്നു. വിനേഷ്, എപ്പോഴാണ് വിവാഹ ചടങ്ങ് നടന്നത്? ഇപ്പോഴും ആരെങ്കിലും ചികിത്സയിൽ തുടരുകയാണോ? അപർണ, ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഷൊർണൂർ ശ്രീജിത്തിന്റെയും സ്നേഹയുടെയും വിവാഹം. ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ ഇതുപോലെ തന്നെ ഈ ഭക്ഷ്യവിഷബാധയാണോ എന്ന സംശയത്തിൽ ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കുക. 150ഓളം പേർ, ഇന്ന് ഉൾപ്പെടെ ഇതുവരെ 150ഓളം പേർ ഇങ്ങനെ ഇവിടെ നിന്ന് പ്രാഥമിക ചികിത്സ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ആ ദിവസം ഈ വധുവിനും വരനും ഉൾപ്പെടെ ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ തന്നെ ചികിത്സ, അതിനുശേഷം അവരുടെ ബന്ധുക്കളും മറ്റു കുറച്ച് ആളുകൾക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച 150ഓളം ആളുകൾ തുടർച്ചയായിട്ട് ചികിത്സ തേടിയിട്ടുണ്ട്. ഇത് പല ജില്ലകളിൽ നിന്നും വന്ന ആളുകളുണ്ട്. ഇതിൽ കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, തൃശൂർ, ഷൊർണൂർ ഈ ഭാഗത്തുള്ള ആളുകളിലാണ് ഈ 150ഓളം ആളുകളാണ് പലപ്പോഴായി ആശുപത്രിയിൽ പോയത്. വിവാഹ ചടങ്ങിൽ ഭക്ഷണം വിതരണം ചെയ്ത വാടാനം കുറിച്ചിട്ടുള്ള ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയിട്ടുണ്ട്. ആരും ഇപ്പോൾ ആശുപത്രിയിൽ ഇല്ല. ആരുടെയും നില ഗുരുതരവുമല്ല. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇവരെ വിട്ടയക്കുകയാണ്. വിനേഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ രോഗവ്യാപനം കൂടുന്നു. കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലത്തിനായി 3 ദിവസം കൂടി കാത്തിരിക്കണമെന്ന് DMO. ഒരിക്കൽ രോഗം വന്നവർക്ക് വീണ്ടും വരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി താമസക്കാരും പറയുന്നു. കഴിഞ്ഞ 20 ദിവസമായി 650ഓളം പേർക്കാണ് കാക്കനാട്ടെ DLF ഫ്ളാറ്റിൽ ഛർദിയും വയറിളക്കവും പനിയും പിടിപെട്ടത്. ഫ്ളാറ്റിൽ ഉപയോഗിച്ച കുടിവെള്ളത്തിൽ നിന്നാണ് രോഗബാധയുണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം.
രോഗം ബാധിച്ചവരുടെ രക്തപരിശോധനാ റിപ്പോർട്ടിലും ഈക്കോളൈ അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ മാത്രം ഫ്ളാറ്റിലെ താമസക്കാരായ 70 പേരിൽ കൂടിയാണ് രോഗബാധ ഉണ്ടായത്. ഇതിൽ പലർക്കും നേരത്തെ രോഗം വന്ന് മാറിയവരുമാണ്. ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം ശേഖരിച്ച കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിക്കാൻ ഇനിയും 3 ദിവസം കൂടി കാത്തിരിക്കണം. ഇന്നലെയും ഫ്ളാറ്റിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഫ്ളാറ്റിലേക്ക് ആവശ്യമായ ശുദ്ധജലം എത്തിക്കുവാനും പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുവാനും നടപടി ഉണ്ടാകണമെന്നാണ് താമസക്കാരുടെ ആവശ്യം. ന്യൂസ് 18 കൊച്ചി. വീണ്ടും ഇടവേള. ഒരുപാട് കാര്യങ്ങൾ രാജ്ഭവനിൽ സുരക്ഷാ ഭീഷണിയെന്ന് പശ്ചിമബംഗാൾ ഗവർണർ CB ആനന്ദബോസ്. രാജ്ഭവനിലെ കൊൽക്കത്ത പോലീസിന്റെ സാന്നിധ്യം ആശങ്കയുണ്ടാക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞു. രാജ്ഭവനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ഒഴിയാൻ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഗവർണറുടെ പ്രസ്താവന. സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെയും അംഗങ്ങളുടെയും സാന്നിധ്യം സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് വിശ്വസിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. അതിനാൽ എത്രയും പെട്ടെന്ന് ഇവരെ പിൻവലിക്കണമെന്നാണ് ഗവർണറുടെ ആവശ്യം. നിലവിൽ ബംഗാൾ പോലീസിന് തന്നെയാണ് രാജ്ഭവന്റെ സുരക്ഷ. ബംഗാൾ പോലീസിൽ തനിക്കുള്ള അരക്ഷിതാവസ്ഥ മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചിട്ടും അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആനന്ദബോസ് ആരോപിച്ചു. തിരുവനന്തപുരം CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ഭരണ പ്രതിസന്ധിയിൽ ഹൈക്കോടതി ഇടപെടൽ. സുപ്രീംകോടതി വിധി വരും വരെ ഇരുവിഭാഗത്തിനും അധികാരം ഉണ്ടായിരിക്കില്ലെന്ന് കോടതി. പള്ളിയുടെ നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കരുതെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേർന്നു. ടോമസ്, സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കിരിക്കുന്ന വിഷയം ഏതെല്ലാം നിർദ്ദേശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു? അപർണ, തിരുവനന്തപുരം CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ഭരണ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ദക്ഷിണ കേരള CSI സഭയുടെ ദക്ഷിണ കേരള മഹാ ഇടവകയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ, അധികാര തർക്കങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ നേരത്തെ ഈ സഭയുടെ ചുമതല ഉണ്ടായിരുന്ന ബിഷപ്പിനെ മാറ്റി മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പുതിയ ബിഷപ്പിനെ നിയമിക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെയാണ് സഭയുടെ നേരത്തെ സിനഡ് സെക്രട്ടറി ആയിരുന്ന പ്രവീൺ TT ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത് നിലവിലുള്ള ഭരണസമിതിയുടെ അധികാരം തുടരാൻ അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവീൺ TT ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി വിധി വരും വരെയും ഇരുവിഭാഗത്തിനും, അതായത് സഭയുടെ നിലവിലുള്ള ബിഷപ്പിനും മറ്റ് എതിർ വിഭാഗത്തിൽ, അതായത് പ്രവീൺ TTയുടെ വിഭാഗത്തിനും യാതൊരു വിധത്തിലുള്ള അധികാരവും ഉണ്ടായിരിക്കില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പള്ളിയുടെ നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കരുതെന്ന നിർദ്ദേശമുണ്ട്. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലായതിനാൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ആണ് ഹൈക്കോടതി ഹർജിയിലെ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളമായി CSI സഭയുടെ തിരുവനന്തപുരം നഗരഹൃദയത്തിലുള്ള LMS പള്ളി അടഞ്ഞു കിടക്കുകയാണ്. ഈ തർക്കത്തെ തുടർന്ന് അടഞ്ഞു കിടക്കുകയാണ്. ഈ പള്ളിയുടെ കാര്യത്തിലടക്കം ഈ വിധി ബാധകമായിരിക്കും. അതായത് പള്ളിയുടെ നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശവുമുണ്ട്. ക്രമസമാധാനം ഉറപ്പാക്കാൻ പോലീസിനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഈ ഇരുവിഭാഗത്തിലുള്ള ഈ LMS പള്ളിയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളും തെയ്യാങ്കളിയും സംഘർഷവും ഒക്കെ സമീപകാലത്ത് ഉടലെടുത്തതാണ്. ഈ ഒരു നിലവില് ഈ ഒരു ബിഷപ്പിന്റെ കീഴിൽ ഈ ഒരു ഭരണസമിതിയാണ് ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ഭരണം നിയന്ത്രിക്കുന്നത്. ഈ ഭരണം ഇനി അനുവദിക്കാൻ പാടില്ല. താൽക്കാലികമായി ഹൈക്കോടതി ഇപ്പോൾ ഈ അധികാരത്തെ ഈ ഭരണസമിതിയുടെ അധികാരത്തെ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ താൽക്കാലികമായി മരവിച്ചൊരവസ്ഥ കൂടിയാണ്. ടോം കുര്യാക്കോസ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മുതലപ്പുഴി തുറമുഖ അഴിമുഖത്ത് വള്ളം മറിഞ്ഞ തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു. വിക്ടറിനൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന 3 തൊഴിലാളികൾ രക്ഷപ്പെട്ടു. അഴിമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് മറീൻ എൻഫോഴ്സ്മെന്റിന്റെ സഹായം ലഭിച്ചില്ലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. സർക്കാരിനെതിരെ ലത്തീൻ സഭ രംഗത്തെത്തി. കേരള ലാത്തിൻ കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്.
ഇന്ന് പുലർച്ചെ ഉണ്ടായ 2 അപകടങ്ങളിലായി മുതലപ്പുഴയിൽ ഒരാൾ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറിനാണ് ജീവൻ നഷ്ടമായത്. ആദ്യത്തെ അപകടത്തിലാണ് വിക്ടർ മരിച്ചത്. ഈ വള്ളത്തിലുണ്ടായിരുന്ന മറ്റ് 3 മത്സ്യത്തൊഴിലാളികൾ നീന്തി കരയ്ക്ക് കയറി. പിന്നീട് കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും നടത്തിയ തിരച്ചിലിലാണ് വിക്ടറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് ചിറയൻകീഴ് ആശുപത്രിയിലേക്ക് മാറ്റി. 5:30യോടുകൂടിയായിരുന്നു രണ്ടാമത്തെ അപകടം. ഈ വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളി നീന്തിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുതലപ്പുഴയിലേക്ക് എത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനമാണ് പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പിനെതിരെയുള്ള ആരോപണങ്ങളും മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയവർ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നം ചർച്ച ചെയ്യണമെന്നതായിരുന്നു. നേരത്തെ സംസ്ഥാന സർക്കാർ 7 ഉറപ്പുകൾ നൽകിയിരുന്നു. ഈ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. കണ്ണു തുറക്കാത്ത കുറെ ഭരണാധികാരികൾ, അവരുടെ അനാസ്ഥയാണ് അടിക്കടി മുതലപ്പുഴയിൽ മരണങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം 2022 ഡിസംബർ മാസത്തിൽ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ നടത്തിയ ഐതിഹാസികമായ സമരം സമാപിക്കുമ്പോൾ നമുക്ക് 7 വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അത് സുപ്രധാനമായ വാഗ്ദാനം മുതലപ്പുഴയിൽ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ പരിഹരിക്കും, അവിടെ ആവശ്യത്തിന് രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും, വെളിച്ചം ഉണ്ടാകും, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുമെന്ന് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. ലത്തീൻ സഭ വികാരി ജനറൽ യൂജിൻ പെരേര ഉൾപ്പെടെയുള്ളവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. പ്രശ്നപരിഹാരത്തിന് സർക്കാർ മുൻകൈയെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘടനാ നേതൃത്വം വ്യക്തമാക്കി. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം മേൽമുറിയിൽ ഓട്ടോറിക്ഷയും KSRTC ബസും കൂട്ടിയിടിച്ച് 3 മരണം. പുൽപ്പറ്റ സ്വദേശി അഷഫ്, ഭാര്യ സാജിദ, മകൾ ഫിദ എന്നിവരാണ് മരിച്ചത്. മലപ്പുറം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ബസ്സിന് മുൻപിലേക്ക് കയറുകയായിരുന്നു. ഫിദയെ മലപ്പുറത്ത് +1 ചേർക്കാൻ പോകുകയായിരുന്നു അഷഫും സാജിദയും. തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ ബസ്സുകൾ തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ടു. വൺ ഇന്ത്യ വൺ ടാക്സിനെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം. അർദ്ധരാത്രി യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിടുകയായിരുന്നു. തമിഴ്നാട് നാഗർകോവിൽ ഭാഗത്തായാണ് ബസ് തടഞ്ഞത്. മറ്റേതെങ്കിലും ബസ്സിൽ യാത്ര തുടരാനാണ് തമിഴ്നാട് MVD ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. എറണാകുളത്ത് KSRTC ബസ്സിന് വഴിതെറ്റി. പുലർച്ചെ 4 മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ബസ് ആലുവയിലെത്തിയത് 12 മണിക്കാണ്. ഡ്രൈവർക്കും കണ്ടക്ടർക്കും വഴി അറിയാത്തതാണ് കാരണം. സൂപ്പർഫാസ്റ്റ് ബസ് വഴിയിൽ കാണുന്ന എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തി. കണ്ടക്ടർ യാത്രക്കാരോട് മോശമായി പെരുമാറിയെന്നും പരാതികളുണ്ട്. മഞ്ഞുമൽ ബോയ്സ് കള്ള ടിക്കറ്റ് വഴി കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ നിർമ്മാതാക്കളുടെ അക്കൗണ്ടുകളും പറവ വിതരണ കമ്പനികളുടെ അക്കൗണ്ടുകളും മരവിപ്പിക്കും. കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിറിനെയും ഷോൺ ആന്റണിയെയും ED ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറവ ഫിലിംസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കാൻ നിയമോപദേശം ലഭിച്ചത്. സിനിമയുടെ നിർമ്മാണത്തിനായി പണം വാങ്ങി വഞ്ചിച്ചെന്ന് അരൂർ സ്വദേശി സിറാജ് വലിയത്തറ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ പ്രദർശന വിജയം നേടിയ മുഴുവൻ സിനിമകളുടെയും സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കാനും ED ഒരുങ്ങുന്നുണ്ട്. കേരളത്തിലെ തിയേറ്റർ മേഖലയിൽ കള്ളപ്പണ ലോബി നടത്തുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച വിവരങ്ങൾ 2 സിനിമാ നിർമ്മാതാക്കൾ EDക്ക് കൈമാറിയ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തും. തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ തടവുകാരിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടി. എറണാകുളം സ്വദേശി അനീഷിൽ നിന്നാണ് ഫോൺ കണ്ടെടുത്തത്. സെല്ലിന് മുന്നിലൂടെ പോയ ഉദ്യോഗസ്ഥന് സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് നടപടി. ഫോൺ എങ്ങനെ സെല്ലിലെത്തി എന്നത് സംബന്ധിച്ചും അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ പൗർണമിക്കാവ് ശ്രീബാല ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിലെ ശനീശ്വര പ്രതീക്ഷയുടെ പ്രാണപൂജ ജൂൺ 22-ന്. മഹാരാഷ്ട്രയിലെ ഷിഗ്നാപൂർ ശനി ക്ഷേത്രത്തിലെ മുഖ്യപുരോഹിതരായ സന്ദീപ് ശിവാജി മൂലിയും സഞ്ജയ് പത്മാഗർ ജോഷിയുമാണ് പ്രാണപൂജയ്ക്കായി എത്തുന്നത്. ആദ്യമായാണ് ഷിഗ്നാപൂർ ശനി ക്ഷേത്രത്തിലെ മുഖ്യപുരോഹിതർ മറ്റൊരു ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾക്ക് പങ്കെടുക്കുന്നത്. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6620 രൂപ, പവന് 52,960. 18 ക്യാരറ്റ് ഗ്രാമിന് 5525, പവന് 44,200. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോയ്ക്ക് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds.
പൂർണ്ണമാകുന്നു ന്യൂസ് അറ്റ് ലൈവ്. ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ്. നമസ്കാരം.